പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളന നഗരിയാണിത്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പോ ഈ രാജ്യത്ത് വയനാട്ടിലൊരു കാര്യം പറയാം. വയനാട്ടിൽ നമ്മുടെ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ കേരളത്തിലെ അമരക്കാരനാണ് വയനാട്ടിൽ മത്സരിക്കാൻ വന്നത്. പേര് പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പൊ ഉള്ളിയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം വയനാട്ടിൽ വന്നു. വയനാട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല, വയനാട്ടിൽ ബദൽ റോഡുകൾ ആവശ്യമില്ല, ആശുപത്രികൾ ആവശ്യമില്ല, വിദ്യാഭ്യാസം ആവശ്യമില്ല, തോട്ടം തൊഴിലാളികൾ പട്ടിണി, അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അദ്ദേഹം കണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി എന്ന പേരാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹം അതിനെ ഗണപതി പട്ടം എന്നാക്കണമെന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹത്തിന്റെ വയനാട് മണ്ഡലത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിനോട് കൂട്ടി ഞാൻ പറയാണ്, അക്ബർ എന്ന് പറയുന്ന ഒരു സിംഹവും സീത എന്ന് പറയുന്ന ഒരു സിംഹവും ആക്കിയാണ് ഇപ്പൊ BJP സർക്കാരിന്റെ മുമ്പിലുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇതോട് കൂട്ടിച്ചേർത്തുകൂടെ ഞാൻ പറയാം, ഈ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് സാറിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഹാരിസ്. ഞാൻ ഈ പത്രം 2 ദിവസം മുന്നേ ഈ പത്രം എടുത്ത് വായിച്ചപ്പോ അക്ബറിനെ എന്താ പേരിട്ട സൂര്യൻ ഇട്ടെന്ന് പറഞ്ഞു. പേരങ്ങനെ മാറ്റി, സീതക്കിന്റെ തനയ എന്ന് പറഞ്ഞ പേരിട്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് സുരേഷ് സാറിനെ നമ്മളെ ചോദിച്ചു, സാറേ പേര് മാറ്റിക്കോ, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല, നിങ്ങളുടെ മോന്റെ പേര് ഹാരിസ് എന്നല്ലേ, മാറ്റിക്കോളാൻ പറഞ്ഞു. സാറ് എന്താ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിംഹത്തിന്റെ ഒക്കെ പേര് മാറ്റി ഫാസിസ്റ്റ് ശക്തികൾ നമ്മളുടെ പേരിലും നമ്മുടെ അഡ്രസ്സിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മളെ തിരിച്ചറിഞ്ഞ് ശത്രുവിനെ പോലെ പെരുമാറുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉള്ളപ്പോ സാറ് വേഗം പേര് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, അജി വരട്ടെ, 2024 26-ാം തീയതി കഴിഞ്ഞ് പുതിയൊരു സംവിധാനം വരുമല്ലോ. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യ മുന്നണി സത്യപ്രതിജ്ഞ ചെല്ലുന്ന ഒരു അവസരം വരും. അത് വന്നില്ലെങ്കിൽ മാത്രം ഞാൻ എന്റെ കുഞ്ഞിന്റെ പേര് മാറ്റിക്കോളാന്ന് പറഞ്ഞു. അതൊരു ധീരമായ നിലപാടാണ്. ഇടുന്ന വസ്ത്രത്തിലും ഭക്ഷണത്തിലും വരെ ജാതീയത കാണുന്ന ഇത്തരം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകൾ NDA സർക്കാരിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച്, താമരനെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിച്ചിട്ടുള്ളത് തെറ്റാണ്. പർച്ചേസ് പവർ കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഇവരെ ഈ രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവതാരമെടുത്ത അവതാര പുരുഷനാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അവരുടെ PR വർക്കും ഈ വലിയ നെഞ്ചളവും സ്വർണ്ണ കോട്ടെല്ലാം കണ്ട് മതോന്മത്തരായിരിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും മറ്റ് കുറെ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, ആളുകളും ഉണ്ടാവുമായിരിക്കും. നമ്മളിപ്പോ ചോദിക്കുമ്പോൾ ഇപ്രാവശ്യം BJP തന്നെ അധികാരത്തിൽ വരും, കാരണം അവര് 400 സീറ്റ് പിടിക്കും. നമ്മൾ ചോദിക്കുന്ന ആളുകളൊക്കെ പറയാം, എന്നാ ഉറപ്പ് പറയാം, ഉള്ളിന്റെ ഉള്ളിൽ ഭീതി കുടുങ്ങിയിട്ടുണ്ട്. കാരണം അവരെ നിഗ്രഹിക്കാനുള്ള കംസനാണ് തീഹാർ ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ. ആ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കെങ്കിലും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തുടങ്ങിയിട്ടുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ തീഹാർ ജയിലിലേക്കുള്ള ഒരു കടന്നുവരവും കൂടെ ആയി ആ വേദി മാറുമെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ വേദിയിലൂടെ വെച്ചിട്ട്. 12 വയസ്സേ ഉള്ളൂ.